TP കേസിലെ പ്രതികൾക്ക് CPM കുടപിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികളെ CPM ഭയക്കുന്നു. ഗൂഢാലോചന സംബന്ധിച്ച രഹസ്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് CPM-നെ ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, ആ ബ്ലാക്ക്മെയിലിങ്ങിന് പേടിച്ചിട്ടാണ് ഇവർക്ക് ഈ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇന്ന് സഭ സ്തംഭിച്ചിരിക്കുകയാണ്. നികേഷ്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി അവരെ ജയിൽ മോചിപ്പിക്കാനുള്ള സർക്കാർ നീക്കം, ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ രീതിയിൽ പ്രതിപക്ഷം ആ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ അത് നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയമായി RMP നേതാവ് KK രമ എത്തിച്ചപ്പോൾ സ്പീക്കർ ആ നോട്ടീസ് തള്ളുകയും സർക്കാർ നിലപാട് എന്താണെന്ന് സ്പീക്കർ സഭയിൽ പറയുകയും ചെയ്തതാണ് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധത്തിന് സഭ സാക്ഷ്യം വഹിക്കാൻ കാരണമായത്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തന്നെ ഈ സ്പീക്കർ ഇടപെടുകയും ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്ലക്കാർഡ് ഉയർത്തി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ഏറെ നേരം സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. തുടർന്നാണ് ഈ സഭാ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. കടുത്ത പ്രതിഷേധമാണ് നിയമസഭയിൽ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഉയർത്തിയത്. RMP നേതാവ് KK രമയാണ് ഈ നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിൽ ഈ ശിക്ഷാ ഇളവ് നൽകുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ആശങ്ക ഉൾപ്പെടെ സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ ഇത് പലവട്ടം നിയമസഭയിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് ചർച്ചയായതാണ്. മാത്രവുമല്ല, പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. ഏതായാലും പ്രതിപക്ഷം ഗവർണറെ കാണുന്നുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ KK രമ MLA നേരിട്ട് കാണും. ഈ കാര്യങ്ങൾ വിശദീകരിക്കും. സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ തുടർച്ചയായി ശ്രമങ്ങൾ നടത്തുന്നു. ആ കാര്യങ്ങൾ തെളിവ് സഹിതം ഗവർണർ വീണ്ടും ധരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷവും RMPയും എത്തുന്നത്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ പ്രതികൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയോ അവർക്ക് ശിക്ഷാ ഇളവ് നൽകുകയോ ചെയ്താൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനം, മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തെരുവിലിറക്കാത്ത തരത്തിലുള്ള പ്രതിഷേധത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രതിപക്ഷ വിശദാംശങ്ങൾ നൽകുന്നത്. സഭ ഇന്ന് പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന്.